ഈ വർഷത്തെ മികച്ച PTA-ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെയിന്റ് ജോസഫ് സ്കൂൾ PTA-ക്ക് മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് PTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൂതനമായിട്ടുള്ള പലവിധ പദ്ധതികളാണ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ഈ അവാർഡ് ജേതാക്കൾക്ക് ജനകീയമായിട്ടുള്ള ഒരു സ്വീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 2-ാം തീയതി 3:30-ന് സ്കൂളിൽ നിന്ന് സെൻറ് ജോസഫ് സ്കൂളിൽ നിന്ന് പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് പോവുകയും അവിടെ MLA ബഹുമാനായ കയ്പമംഗലം MLA ടൈസൺ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്ത സിനിമാ താരം രാജീവ് പരമേശ്വരൻ, അതേപോലെ സംസ്ഥാന PTA ജനറൽ സെക്രട്ടറി ശ്രീമാൻ KM ജയപ്രകാശ് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. ഘോഷയാത്രയിലും സ്വീകരണത്തിലും ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. PTA-യുടെ വലിയ രീതിയിലുള്ള ബഹുജന പങ്കാളിത്തത്തോടുള്ള പ്രവർത്തനമാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഡിസംബർ 2 തിങ്കളാഴ്ച വൈകിട്ട് 3:30-ന് മതിലകം സെയിന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുകയും മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ജനകീയ സ്വീകരണവും നൽകും. ക്ലബ്ബുകളും സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വ്യക്തികളും ഇതിൻ്റെ കാരണം സ്കൂളിൻ്റെ പ്രവർത്തനം അത്ര ബൃഹത്താണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പറയുകയാണെങ്കിലും സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. ET ടൈസൺ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയാകും. സിനിമാ താരം രാജീവ് പരമേശ്വരൻ, സംസ്ഥാന PTA ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ് എന്നിവർ പങ്കെടുക്കും. ഏറ്റവും നല്ല PTA-ക്കുള്ള അവാർഡ് വാങ്ങിച്ചതിൽ വളരെ സന്തോഷം. അത് നമ്മുടെ ഇത്രയും കാലം നമ്മുടെ സ്കൂളിനെ ഇതിലേക്ക് നയിച്ച നമ്മുടെ പ്രധാന അധ്യാപകനും നമ്മുടെ ആയിട്ടുള്ള മുജീബ് മാഷ്, അതിനോടൊപ്പം തന്നെയുള്ള അധ്യാപകർ എല്ലാവരും കൂടി ചേർന്ന് അതിനോടൊപ്പം നിൽക്കുന്ന PTA ഏത് ദൈനംദിന പ്രവർത്തനത്തിലും PTA അവരെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അത് വിജയിപ്പിക്കുന്നതിൽ പിന്നെ ഈ സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഈ PTA-യുടെ പങ്കാളിത്തമുണ്ട്. ഘോഷയാത്രയിലും സ്വീകരണത്തിലും ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകന്മാർ, ക്ലബ്ബ്, ലൈബ്രറി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കും. കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും ഒക്കെ തന്നെ കുറേ കാലങ്ങളായിട്ട് മറ്റു എതിരാളികളില്ലാത്ത തരത്തിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് സെൻറ് ജോസഫ് സ്കൂൾ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെ പലപ്പോഴും സാമ്പത്തിക മികവുള്ള കുട്ടികൾക്ക് മാത്രം മികവ് പുലർത്താൻ പറ്റാവുന്ന മേഖലകളാണ്. ഒരു സബ് ജില്ലാ തലം കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന എല്ലാ തലങ്ങളിലും അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഒപ്പനയായാലും തിരുവാതിരക്കളിയായാലും നാടകമായാലും വലിയ സാമ്പത്തിക ചെലവോട് കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാത്തത് കൊണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കുട്ടിയും കായിക മേഖലയിൽ മത്സരിക്കാതിരിക്കുന്നില്ല. ഒരു കുട്ടിയും സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ആ അർത്ഥത്തിൽ കഴിവുള്ള കുട്ടികൾ, സാമ്പത്തികം ഒരു മാനദണ്ഡമേ അല്ലാതെ ഏറ്റവും മികവുള്ള കുട്ടികളെ, പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തി യഥാർത്ഥത്തിൽ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നൈതികത, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നൈതികത സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ്, ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിലാണ് ഞാൻ ഈ സെൻറ് ജോസഫ് സ്കൂളിനെ നോക്കിക്കാണുന്നത്. PTA-യുടെ പ്രവർത്തന മികവും ബഹുജന പങ്കാളിത്തത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങളും കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളും പരിഗണിച്ചുകൊണ്ടാണ് അവാർഡ് ലഭിച്ചത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം സമൂഹത്തിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മികച്ച PTA-യും അതിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ HM-ആയിട്ടുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള മുജീബ് മാസ്റ്ററും PTA അംഗങ്ങളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഈ മതിലകം സെൻറ് ജോസഫിനുള്ളത്.
ഹൈടെക് കിച്ചൺ, പ്രൈമറി കുട്ടികൾക്കുള്ള ഹൈടെക് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ഓട്ടോമാറ്റിക് ഫ്ലഷ് ഔട്ട് സിസ്റ്റം, സഫലം പദ്ധതിയിലൂടെ എഴുത്തുകാരെ വാർത്തെടുക്കൽ, കുട്ടികളുടെ രചനാ പുസ്തകം, ശാസ്ത്ര ക്യാമ്പുകൾ, പഠന പാഠ്യേതര മേഖലകളിലെ മികവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ബാലകർഷക അവാർഡുകൾ, കാരുണ്യനിധിയിലൂടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ നൂതന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം PTA കാഴ്ചവെച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ആസ്മിൻ അഷ്റഫ്, ജോയിന്റ് കൺവീനർ MS ദിലീപ് എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.